ഹായ് ഹലോ. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ വലിയ തിരക്കുകളൊന്നുമില്ല. ചായക്ക് കടി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ അരി വെള്ളത്തിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇക്കാക്കി നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഇഡ്ഡലിയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ മാവൊക്കെ നോക്കി വെക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതിലിതാ കുറച്ച് ഉപ്പിട്ട് നന്നായി ഇളക്കിയിട്ട് ഇഡ്ഡലി തട്ടൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ സച്ചുവിന് ഇന്ന് എന്താണ് 8:30 ബസ് വരും. അപ്പോൾ ഓനക്ക് വേഗം പോകണം. അപ്പത്തിന് ഞാൻ ഈസ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനെ വിളിച്ചിട്ട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഒക്കെ ഇഡ്ഡലി തട്ടിൽ എണ്ണ ആക്കിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇഡ്ഡലി ആണെന്നുണ്ടെച്ചെങ്കിൽ നിയാപ്പി കഴിക്കൂല കേട്ടോ. ഓൾക്ക് ഇഡ്ഡലിയും ദോശയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഓൾക്ക് ഞാൻ രാവിലെ ചോറ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ ഈ സച്ചും ഓനക്ക് ലഞ്ചിന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഞ്ചിനും ഇത് തന്നെയാണ്. അപ്പോൾ ഓനക്ക് ചോറിൻ്റെ പരിപാടിയൊന്നും വേണ്ട. പിന്നെ നിനക്ക് ഉച്ചക്കൽക്കുള്ള പരിപാടിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നിക്കാക്കി ഇമ്മയും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതാ ചമ്മന്തിയും ചട്നിയാണ് കേട്ടോ വീട്ടിലേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ചമ്മന്തിക്ക് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൊളിച്ചോട്ട് തന്നു. അപ്പോൾ ഞാൻ അത് വേഗം അരച്ചിട്ട് ചട്നി ഇതാ കടുകിട്ട് വറുത്തെടുത്തു കേട്ടോ. അപ്പത്തിന് ഇവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാസറോൾക്ക് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സച്ചുവിൻ്റെ കുളിയും ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓനക്ക് ഇവിടുന്ന് കഴിക്കാനുള്ളത് ഞാൻ ഇച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഓനക്ക് ലഞ്ചിന് ഇഡ്ഡലി ആക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നെയ്സ ചോദിക്കണ്ടായിരുന്നു, ഇന്ന് ഞാനും വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് മെച്ചിന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിൽ നിന്ന് കൊണ്ടുപോകണ്ട, ഈ അവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതി പറഞ്ഞിട്ട് ഓളും സച്ചുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ നിയാപ്പിക്ക് ചോറാണ് ആക്കിയത്. ചോറും പപ്പടും വീട്ടിൽ നിന്ന് കഴിക്കാനും ചോറും പപ്പടും തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ സച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പോവാൻ നിൽക്കുകയാണ് റെഡി ആയിട്ട്. പിന്നെ സ്നാക്സിന് മുറുക്ക് മതി പറഞ്ഞിട്ട് ഇച്ചുക്കും സച്ചുക്കും ഇതാ മുറുക്കാണ് ആക്കി കൊടുത്തത്. നിയാപ്പിക്ക് ആ മുറുക്ക് വേണ്ട, മുസമ്പി മതി പറഞ്ഞിട്ട് ഓൾക്ക് അതും കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബുക്കും ടൈം ടേബിളൊക്കെ രാത്രി തന്നെ റെഡിയാക്കി വെക്കും. രാവിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ലഞ്ചൊക്കെ ബാഗിൽ വെച്ചിട്ട് സച്ചു പോയിട്ടുണ്ട് കേട്ടോ. സച്ചുവിനെ കൊണ്ടാക്കാൻ ഇസിൻ പോയിട്ടുണ്ട്. പിന്നെ ഓൾ പോയി വന്നിട്ട് വേഗം കുളിച്ച് ഒരു സ്കൂൾക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ടോട്ടോ എന്ന് വരുന്നുണ്ടല്ലേ, ഞാൻ മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് വയ്ക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.